നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ ക്യാമ്പ് ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന ജില്ലാ ക്യാമ്പ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദ്രോണാചാര്യ S. മുരളീധരനെ ആദരിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മൂലമറ്റം സെന്റ് ജോർജ് സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപിച്ചു. കിഡ്സ് ഫെസ്റ്റ് ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിൽ സംരംഭക ദിനം സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു. CSR ഫണ്ട് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അനന്തു കൃഷ്ണനുമായി തൊടുപുഴ മേഖലയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ ക്യാമ്പ് ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന ജില്ലാ ക്യാമ്പ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മുൻ MP ജോയി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് പതാക ഉയർത്തി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെറുതോണി ടൗൺ ഹാൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തി. കേരള ബഡ്ജറ്റിൽ ഇടുക്കി ജില്ലയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ബഡ്ജറ്റിന്റെ കോപ്പികൾ കത്തിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന ജില്ലാ ക്യാമ്പിൽ MJ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം പാർട്ടി ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകൾ സാധാരണ ജനങ്ങളിൽ അധിക നികുതി ഭാരവും ഇടുക്കിയെ പാടെ അവഗണിച്ച ബഡ്ജറ്റാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ PJ ജോസഫ് കുറ്റപ്പെടുത്തി. ഇന്നലത്തെ ബഡ്ജറ്റിനെ പറ്റി എന്താണ് പൊള്ളയായൊരു ബഡ്ജറ്റ്. ആ ഒരു എല്ലാ വരുമാനവും കുറഞ്ഞിരിക്കുന്ന ചെറുകിട കർഷകരുടെ പേരിൽ ഒരു വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്നു. ഭൂനികുതി 50% ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ വ്യവസായ പ്രവർത്തനങ്ങളില്ല. ഇടുക്കിക്ക് വേണ്ടി ഒന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇടുക്കി പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ആദ്യം 15,000 കോടി പ്രഖ്യാപിച്ചു. പിന്നെ എല്ലാ വർഷവും 75 കോടി വെച്ചുണ്ടായിരുന്നു. മുൻ MP ജോയി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLAയും ഡെപ്യൂട്ടി ചെയർമാനുമായ തോമസ് ഉണ്ണിയാടൻ ക്യാമ്പ് പ്രവർത്തന വിശദീകരണം നടത്തി. ആശംസകൾ അറിയിച്ച് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, ഷീല സ്റ്റീഫൻ, ആന്റണി ആലഞ്ചേരിൽ, തോമസ് പെരുമന, വർഗീസ് വെട്ടിയാങ്കൽ, നോബിൾ ജോസഫ്, M മോനിച്ചൻ, എബി തോമസ്, ജോയി കൊച്ചുകരോട്ട്, ജോൺസ്, ജോർജ് എന്നിവർ സംസാരിച്ചു. നിരവധി പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വഴിത്തല ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിദഗ്ധ നേത്ര പരിശോധനാ ക്യാമ്പിൽ പരിശോധിച്ച കുട്ടികൾക്കായുള്ള കണ്ണടകൾ വിതരണം ചെയ്തു. വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വഴിത്തല മേരിമാത ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ TS തോമസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് 318Cയുടെ സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായി വഴിത്തല ലയൺസ് ക്ലബ്ബും അമൃത ഹോസ്പിറ്റൽ കൊച്ചിയും സംയുക്തമായി സംഘടിപ്പിച്ച നേത്ര പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള കണ്ണടകളുടെ വിതരണം നടത്തി. കണ്ണടകൾ വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ കുട്ടികൾക്ക് വിതരണം ചെയ്തു. വഴിത്തല മേരിമാത ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ TS തോമസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വഴിത്തല ലയൺസ് ക്ലബ് പ്രസിഡന്റ് സിസി ജോൺ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിൽസി ജോസഫ് സ്വാഗതം ആശംസിച്ചു. ഫാദർ വർക്കി മണ്ഡപത്തിൽ, സതീഷ് ദത്ത്, ജോൺ ജോർജ്, ഫ്രാൻസിസ് ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വഴിത്തല. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദ്രോണാചാര്യ S. മുരളീധരനെ ആദരിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു അധ്യക്ഷത വഹിച്ചു.
ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദ്രോണാചാര്യ അവാർഡ് നേടിയ എസ് മുരളീധരനെ തൊടുപുഴ ഇന്ത്യൻ സ്പോർട്സ് ബാഡ്മിന്റൺ അക്കാദമിയിൽ കൂടിയ സ്വീകരണ സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു. യോഗം PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഇവരെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനെല്ലാം ടീം മാനേജറായി വളരെക്കാലം പ്രവർത്തിച്ചു. ഈ കാലം അത്രയും അദ്ദേഹം ബാഡ്മിൻ്റൺ രംഗത്ത് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ടാണ് അദ്ദേഹം ലഭിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇടുക്കി ജില്ലയിൽ ബാഡ്മിൻ്റൺ ആ രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ ഒരു പ്രചോദനം നൽകാൻ അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന് വേണ്ടി തൊടുപുഴ MLA PJ ജോസഫ്, ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു എന്നിവർ ചേർന്ന് എസ് മുരളീധരനെ പൊന്നാടയണിയിച്ചു. കൂടാതെ ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന് വേണ്ടി ഡോക്ടർ KM തോമസ് റോണി, ലയൺസ് ക്ലബ് എലൈറ്റ് തൊടുപുഴയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ലിബോ ജോൺ, കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി TC രാജു തരണിയിൽ, മർച്ചന്റ് യൂത്ത് വിങ്ങിന് വേണ്ടി പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, ഇടുക്കി ജില്ലാ ആം റെസ്ലിംഗ് അസോസിയേഷന് വേണ്ടി മനോജ് കോക്കാട്, ഇടുക്കി ജില്ലാ അക്വാട്ടിക് അസോസിയേഷന് വേണ്ടി ബേബി വർഗീസ്, ഇടുക്കി ജില്ലാ തായ്ക്കൊണ്ട അസോസിയേഷന് വേണ്ടി നിവാസ് AJ, ഇടുക്കി ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷന് വേണ്ടി N രവീന്ദ്രൻ, ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന് വേണ്ടി മുഹമ്മദ് ബഷീർ, കേരള ഒളിമ്പിക് അസോസിയേഷന് വേണ്ടി ശരത് U നായർ, ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷന് വേണ്ടി PN രാജീവൻ, ഇടുക്കി ജില്ലാ ടെന്നിക്കോയിറ്റ് അസോസിയേഷന് വേണ്ടി ബാബു K ജോർജ്, ലയൺസ് ക്ലബ് മെട്രോയ്ക്ക് വേണ്ടി CC അനിൽകുമാർ, JCI തൊടുപുഴ JCI ഗ്രാൻഡിന് വേണ്ടി അഖിൽ, വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഷൈജൻ എന്നിവരും പൊന്നാടയണിയിച്ച് ദ്രോണാചാര്യ S മുരളീധരനെ ആദരിച്ചു. യോഗത്തിൽ ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. എറണാകുളം ക്രൈംബ്രാഞ്ച് SP VU കുര്യാക്കോസ് IPS മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ സെക്രട്ടറി ബിലീഷ് സുകുമാരൻ മുഖ്യാതിഥിയെ പരിചയപ്പെടുത്തി. വാർഡ് കൌൺസിലർ ജോസ് മഠത്തിൽ, ജയേഷ്, സുധീർ കുമാർ, ഷമീം എന്നിവർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദിവസം കഴിഞ്ഞപ്പോൾ പത്രത്തിൽ എൻ്റെ പേര് ഒഴിവാക്കിയതായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ അന്ന് 11 പേർ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. ഈ വലിയ ലിസ്റ്റ് കണ്ടിട്ട് ഫിനാൻസ് മിനിസ്ട്രി അത് ഒബ്ജക്റ്റ് ചെയ്തു. സ്പോർട്സ് മിനിസ്ട്രിക്ക് എഴുതി, ഇത്രയും ലോങ് ലിസ്റ്റ് നോട്ട് അക്സെപ്റ്റബിൾ, യു ഹാവ് ടു കട്ട് ഷോർട്ട് ദി നമ്പർ. അവസാനം ഒരു കുറച്ച കൂട്ടത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞാനും. കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സൈജൻ സ്റ്റീഫൻ സ്വാഗതവും VT ബൈജു കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. മൂലമറ്റം സെന്റ് ജോർജ് സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപിച്ചു. കിഡ്സ് ഫസ്റ്റ് ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ് ഉൾപ്പെടെ നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ജൂബിലി സമാപന സമ്മേളനവും പ്രവേശന കവാടവും കൊടിമരവും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോർജ് UP സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. കിഡ്സ് ഫെസ്റ്റ് ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. മൂലമറ്റം ഫൊറോന പള്ളി സഹവികാരി ഫാദർ തോമസ് താന്നിമലയിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ്, സിസ്റ്റർ ബെൻസി, സോണിയ എന്നിവർ പ്രസംഗിച്ചു. ജൂബിലി സമാപന സമ്മേളനവും പ്രവേശന കവാടവും കൊടിമരവും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്കൂളാണ്. ഈ സ്കൂള് ഇവിടെ അതിൻ്റെ ജൂബിലി സമാപനത്തിൽ ആയിരിക്കുമ്പോൾ ഏറെ പ്രത്യേകതകൾ ഉണ്ടെന്ന് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. നിർമ്മല SABSന്റെ സാന്നിധ്യവും അവർ നല്ലൊരു അധ്യാപിക എന്ന നിലയിൽ അവർ കാണിച്ച ആ ഒരു സമർപ്പിത പ്രബോധന മികവും പ്രത്യേകമായിട്ട് ഞാനും ഓർത്ത് നന്ദി പറയുകയാണ്. ദീർഘമായ കാലഘട്ടം അവരിവിടെ ഉണ്ടായിരുന്നു. അനേകം കുട്ടികൾക്ക്, അധ്യാപകർക്ക് അവരെ താല്പര്യമായിരുന്നു. അത് മാസ്റ്ററുടെയും മാനേജേഴ്സിൻ്റെയും ഒക്കെ വികാരം തന്നെയാണ്. ഞാനും അതിനോട് കൂട്ടിച്ചേർന്ന് നിൽക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും, ഒരുപാട് ആളുകളെ, കളപ്പുരയ്ക്കൽ പ്രിയക്ഷിക്കാൻ ഉൾപ്പെടെ, സ്റ്റേജിലിരിക്കുന്ന മേഴ്സി ചേച്ചി ഉൾപ്പെടെ എല്ലാവരെയും തന്നെ എനിക്ക് പരിചയമുള്ളതാണ്. നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഈ സ്കൂളിൽ ഇനിയും കൂടുതലായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചിന്തകളോടെ ഈ വലിയ സമ്മേളനം
ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മാനേജർ ഫാദർ കുര്യൻ കാലായിൽ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക സിസ്റ്റർ നിർമ്മലയുടെ ഫോട്ടോ അനാച്ഛാദനവും സന്ദേശവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് നടത്തി. ADM ഷൈജു P ജേക്കബ് ജാലക പത്രപ്രകാശനവും ജേതാക്കളെ ആദരിക്കലും നടത്തി. AEO ആഷിമോൾ കുര്യാച്ചൻ, SH പാലാ പ്രൊവിൻസ് വിദ്യാഭ്യാസ കൗൺസിലർ സിസ്റ്റർ മേഴ്സി കൂട്ടുങ്കൽ, സിസ്റ്റർ ഡോക്ടർ മരിയ റോസ് SABS, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ്, ജൂബിലി ജനറൽ കൺവീനർ റോയി J കലറങ്ങാട്ട്, PTA പ്രസിഡന്റ് സിനോയി താനിക്കൽ, SSG കൺവീനർ ഫ്രാൻസിസ് കരിമ്പാനി, മേഴ്സി ജോസ് തരിയൻ ഇലഞ്ഞിക്കൽ, സ്റ്റാഫ് സെക്രട്ടറി ജെയ്സൺ സെബാസ്റ്റ്യൻ, ദീപ ജോളി എന്നിവർ പ്രസംഗിച്ചു. സിസ്റ്റർ നിർമ്മല മറുപടി പ്രസംഗം നടത്തി. സ്കൂൾ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയവരുടെ പിൻതലമുറയെയും മുൻ PTA പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികൾ പ്ലാറ്റിനം കൾച്ചറൽ ഗാല 25 നടന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതോണിയിൽ ഇടുക്കി ജില്ലയെ ബജറ്റിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചു. ഇതിന്റെ ഭാഗമായി കേരള ബജറ്റ് പ്രതീകാത്മകമായ രീതിയിൽ കത്തിച്ചു. വിവിധ നേതാക്കൾ നേതൃത്വം നൽകി. ഇടുക്കി തന്നുടെ പ്രതിഷേധം, കർഷക മക്കളുടെ പ്രതിഷേധം, കത്തട്ടങ്ങനെ കത്തട്ടെ, എരിയട്ടങ്ങനെ എരിയട്ടെ, എരിയട്ടങ്ങനെ എരിയട്ടെ, കേരള ബഡ്ജറ്റ് എരിയട്ടെ, കേരള കോൺഗ്രസ് സിന്ദാബാദ്, കേരള കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധിക്കുക മാറ്റാരെ. കല്ലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിൽ സംരംഭക ദിനം സംഘടിപ്പിച്ചു. തൊഴിലാളി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് J കാപ്പൻ അധ്യക്ഷത വഹിച്ചു. 51ഓളം സ്റ്റാളുകളിലായി വിദ്യാർത്ഥികളുടെയും യുവ സംരംഭകരുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. യുവതലമുറയിൽ വ്യാവസായിക മനോഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭക ദിനം ആചരിച്ചു. കുട്ടി മനസ്സുകളിലെ സംരംഭക ആശയങ്ങൾക്ക് പുത്തൻ വാതായനങ്ങൾ തുറന്നു നൽകുവാൻ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംരംഭക ദിനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഏതാണ്ട് തേങ്ങയിൽ നിന്ന് 20ഓളം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മലേഷ്യയൊക്കെ അതിൽ ഒത്തിരി ഡെവലപ്പ് ചെയ്തു. നമ്മൾ കേരളത്തിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അതോ നമ്മുടെ ആളുകൾക്ക് അറിയാൻ മേലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നമ്മൾ തെങ്ങ് കൃഷി വളരെയധികം പോയി. ഞാൻ ഓർക്കുന്നു, നമ്മുടെ സ്കൂൾ മാനേജർ തന്നെയാണെങ്കിലും അദ്ദേഹമാണോ അദ്ദേഹത്തിൻ്റെ സഹോദരനാണോ എന്ന് എനിക്കറിയില്ല, കേരളത്തിൽ ആദ്യമായിട്ട് വാനില കൃഷി ചെയ്തത് അവരാണ്. വാനില കൃഷി ചെയ്ത് അതിൻ്റെ സാധ്യതകൾ കണ്ട് ഏറ്റവും ആദ്യം എൻ്റെ മൂത്ത സഹോദരനും വന്ന് ഒന്നിച്ചാണ് തൊടുപുഴ ഈ ഇതിൻ്റെ സർക്കാരിൻ്റെ ഏജൻസിയിൽ നിന്ന് അതിൻ്റെ തൈ വാങ്ങിച്ചത്. അന്ന് 100 രൂപ തൈക്ക് വാനില കിട്ടുമായിരുന്നു. ഒരു കാലത്ത് അത് പരാജയപ്പെട്ടു പോയെങ്കിലും ഇപ്പോഴും വാനില വീണ്ടും തിരിച്ചു വന്നു. അപ്പം ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാർഷിക മേഖലയിലാണെങ്കിലും വ്യവസായ മേഖലയിലാണെങ്കിലും ഈ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ചിന്തിച്ചു വരുന്നത് നല്ലതാണ്. കാരണം ഇന്നിപ്പം പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കണക്കും ഇംഗ്ലീഷും പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ വിഷമം. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് J കാപ്പൻ അധ്യക്ഷത വഹിച്ചു. ഇൻഡസ്ട്രിയൽ ഐറ്റംസ്, ടെക്നോളജി ഉപയോഗിച്ചുള്ള ക്രിയേറ്റീവായ ഉൽപ്പന്നങ്ങൾ, ഫുഡ് പ്രോഡക്റ്റുകൾ, ബേക്കറി ഐറ്റംസ്, ഓർണമെന്റ്സ്, ജ്വല്ലറി, കരകൗശല വസ്തുക്കൾ, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ, എംബ്രോയിഡറി ഐറ്റംസ് എന്നിവയിൽ വിദ്യാർത്ഥികളുടെയും യുവ സംരംഭകരുടെയും നേതൃത്വത്തിൽ 51ഓളം സ്റ്റാളുകൾ സജ്ജീകരിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളുടെ സാന്നിധ്യവും ചടങ്ങുകൾ വർണ്ണാഭമാക്കി. വാർഡ് മെമ്പർ സിബിൻ വർഗീസ്, PTA പ്രസിഡന്റ് അൻസാർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. പബ്ലിക് സ്കൂളിൻ്റെ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു ഷോപ്പാണ്. ഇതിൻ്റെ പേര് സ്വീറ്റ്സ് ക്രേവിങ്സ് എന്നാണ്.
നമുക്കിവിടെ ബ്രെഡ് പിസ്സ, ബ്രെഡ് റോള്, പിന്നെ ഡോണറ്റ്സ്, അച്ചാർ, അങ്ങനെ കുറേ ടൈപ്പ് സംഭവങ്ങളുണ്ട്. സോ എല്ലാവരും വരിക, വാങ്ങുക. ഇത് ഹണി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ തന്നെ എടുത്ത് വെക്കുന്നതാണ്. ഇത് വട്ടയപ്പ ഞങ്ങൾ തന്നെ, ഞാനും എൻ്റെ അമ്മയും ഉണ്ടാക്കിയതാണ്. ഇത് ഇടിയിറച്ചി. ഇത് ഞങ്ങൾ തന്നെ ഇറച്ചി വാങ്ങിച്ചിട്ട് വേവിച്ചിട്ട് ഉണക്കി പൊടിച്ച് വെക്കുന്നതാണ്. ഇത് പിക്കിൾ. ഇത് ഇലിമിക്ക അച്ചാറാണ്. ഞങ്ങളുടെ മരത്തിൽ തന്നെ പറിച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഈ ചമ്മന്തിപ്പൊടി ഞങ്ങൾ തന്നെ ശുദ്ധമായി ഉണ്ടാക്കിയതാണ്. കിസാൻ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായുള്ള പദ്ധതികൾ പരിചയപ്പെടുത്തുന്ന നാവിഗേറ്റർ 2025 തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. KSS സംസ്ഥാന പ്രസിഡന്റ് ജോയി ജോസഫ് മൂക്കൻതോട്ടത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ദേശീയ ചെയർമാൻ ജോസ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനായ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും മറ്റ് സർക്കാർ ഏജൻസികളും കർഷകക്ഷേമത്തിനായി നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് കർഷക പ്രതിനിധികൾക്ക് പരിശീലനം നൽകുന്ന നാവിഗേറ്റർ 2025 തൊടുപുഴയിൽ നടത്തി. ഇടുക്കി, കോട്ടയം ജില്ലകളിലെ യൂണിറ്റുകളുടെ പ്രധാന ഭാരവാഹികൾക്ക് വേണ്ടിയായിരുന്നു പരിശീലനം സംഘടിപ്പിച്ചത്. ദേശീയ ചെയർമാൻ ജോസ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. സമ്പത്ത് നമ്മളിലേക്ക് വരണമെങ്കിൽ പോസിറ്റീവ് എനർജി ഉള്ളവർക്ക് മാത്രമേ സമ്പത്ത് വന്ന് കൂടുള്ളൂ. ഇതേപോലെ തന്നെയാണ് പോസിറ്റീവ് എനർജിയുള്ള ലീഡേഴ്സിലേക്ക് മാത്രമേ അണികളും വന്നു ചേർത്തുള്ളൂ. നിങ്ങൾ ഈ ദൈവങ്ങളുടെ എല്ലാം ഫോട്ടോ ശ്രദ്ധിച്ചാൽ കാണാം, അവരുടെ തലയ്ക്ക് ചുറ്റും ഒരു വളയം കണ്ടിട്ടില്ലേ? ചിത്രകാരൻ ഒരു വലയം വരച്ച് വെച്ചിട്ടുണ്ട്, ഒരു പ്രകാശ ഒരു ഗോളം. അതാണ് ഓറ എന്ന് പറയുന്നത്. ഒരാളിലേക്ക് നമ്മൾ ആകർഷിക്കുന്ന അങ്ങനെയാണ്. ഓരോ വ്യക്തിയിലേക്കും മറ്റുള്ളവരെ വലിച്ചെടുക്കണം. നമുക്ക് വലിച്ചെടുക്കണമെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി വരണം. അല്ലാതെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നീറിയും പകയും വിദ്വേഷവും മറ്റുള്ളവരുടെ അരിശവും കൊണ്ട് നടന്ന ഒരു ലീഡറിലേക്കും ആരും അടുക്കുകയല്ല. അതുകൊണ്ട് ലീഡേഴ്സ് എപ്പോഴും ഹാപ്പി മൂഡായിരിക്കണം, എപ്പോഴും സന്തോഷവാനായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് വരുള്ളൂ. അത് തകർക്കാൻ പലരും പല ടെക്നിക്കും ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ അതിനെ തട്ടി മാറ്റിക്കണം. കാരണം പല വിഷയങ്ങൾ നമ്മുടെ മുന്നിലിട്ട് തന്ന് ഈ പ്രശ്നത്തെ നമ്മളെ ഹാപ്പി മൂഡിനെ തകർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ പെട്ടെന്ന് ഒഴിവായിക്കൊള്ളുക. എൻ്റെ ഗുരു, ഞാൻ കൗൺസിലിങ്ങും പഠിച്ചതാണ്, ഹിപ്നോട്ടിസം പഠിച്ചതാണ്. അപ്പോൾ എന്നോട് ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും നെഗറ്റീവ് എനർജി തരുന്നതോടെ കൊടുത്ത് പോയി ഇരുന്നേക്കരുത്. പിന്നെ നിൻ്റെ ഉള്ള പവറും പോകും. അവിടെ നമ്മളെ മാറിപ്പോകണം. സമൂഹത്തിൽ നിങ്ങളൊരു 10 പേരെ എടുത്ത് ഒരാൾ ശരിക്കും നെഗറ്റീവ് എനർജിക്കാരനായിരിക്കും. നിങ്ങളുടെ യൂണിറ്റിൽ അത് കാണാം. നിങ്ങൾ യൂണിറ്റിൻ്റെ ജനറൽ ബോഡി വിളിച്ചു കൊടുക്കുക, ഒരു 10 എണ്ണം വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരും എപ്പോഴും നമ്മൾ പറയുന്നതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. KSS സംസ്ഥാന പ്രസിഡന്റ് ജോയി ജോസഫ് മൂക്കൻതോട്ടം അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PA ജോൺ സ്വാഗതവും ജില്ലാ ട്രഷറർ അതുല്യ ബാബു നന്ദിയും രേഖപ്പെടുത്തി. ദേശീയ ജനറൽ സെക്രട്ടറി S സുരേഷ്, വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ആനി, സംസ്ഥാന ജനറൽ സെക്രട്ടറി B ജയകുമാർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജിത് വർമ്മ, ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജോൺ, ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി മോൻസി ബേബി എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവാഹ വാർത്ത. വിവാഹങ്ങൾ കല്യാണ മണ്ഡപങ്ങളിലേക്കും ദേവാലയങ്ങളിലേക്കും പറിച്ചു നടപ്പെട്ട ഈ ആധുനിക കാലഘട്ടത്തിലും പഴയ കാലത്തിലേതുപോലെ തന്നെ വീട്ടിൽ വെച്ച് നടന്ന വിവാഹം ശ്രദ്ധേയമായി. എക്സൈസ് വകുപ്പ് ജീവനക്കാരനായ കുമാരമംഗലം പേടപ്പാട്ട് ദേവദാസിൻ്റെയും റവന്യൂ വകുപ്പ് ജീവനക്കാരിയായ TA മഞ്ജുഷയുടെയും മകൾ ദേവികയും പുലിയന്നൂർ ഇടപ്പറമ്പിൽ സുഗുവിൻ്റെയും ഓമനയുടെയും മകൻ ശ്രീജുവും തമ്മിലുള്ള വിവാഹമാണ് കുമാരമംഗലത്ത് വധുഗൃഹത്തിൽ വെച്ച് നടന്നത്. വധുവിൻ്റെ മാതാവ് മഞ്ജുഷ ഒരു അപകടത്തെ തുടർന്ന് കിടപ്പിലായതിനാൽ മാതാവിന് വിവാഹത്തിൽ പങ്കെടുക്കുവാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് വിവാഹം വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്.
ഫണ്ട് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അനന്തു കൃഷ്ണനുമായി തൊടുപുഴ മേഖലയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈരാറ്റുപേട്ട, സ്വന്തം നാടായ കൊടയത്തൂർ കോളപ്ര 7-ാം മൈലിലെ വീടിന് സമീപം എന്നിവിടങ്ങളിലെ ഓഫീസ് മലങ്കര ജലാശയത്തോട് ചേർന്നും തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയോരത്ത് ശങ്കരപ്പള്ളിയിലും വാങ്ങിയതും വാങ്ങാൻ അഡ്വാൻസ് നൽകിയതുമായ ഭൂമി എന്നിവയും അനന്തു പോലീസിന് കാണിച്ചു കൊടുത്തു. മൂവാറ്റുപുഴ പോലീസാണ് അനന്തുവിനെ തെളിവെടുപ്പിന് എത്തിച്ചത്. CSR ഫണ്ട് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അനന്തു കൃഷ്ണനുമായി തെളിവെടുപ്പ് നടത്തി. ഈരാറ്റുപേട്ട, സ്വന്തം നാടായ കുടയത്തൂർ കോളപ്ര 7-ാം മൈലിലെ വീടിന് സമീപം എന്നിവിടങ്ങളിലെ ഓഫീസ് മലങ്കര ജലാശയത്തോട് ചേർന്നും തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയോരത്ത് ശങ്കരപ്പള്ളിയിലും വാങ്ങിയതും വാങ്ങാൻ അഡ്വാൻസ് നൽകിയതുമായ ഭൂമി എന്നിവയും അനന്തു പോലീസിന് കാണിച്ചു കൊടുത്തു. ഉച്ചയോടെ മൂവാറ്റുപുഴ പോലീസാണ് അനന്തുവിനെ തെളിവെടുപ്പിനെത്തിച്ചത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ആളുകൾ തെളിവെടുപ്പ് സമയം സ്ഥലത്തെത്തിയിരുന്നുവെങ്കിലും പ്രതികരണത്തിന് അനന്തു തയ്യാറായില്ല. തെളിവെടുപ്പ് പൂർത്തിയാക്കി അനന്തുവിനെയും കൊണ്ട് പോലീസ് മൂവാറ്റുപുഴയിലേക്ക് മടങ്ങി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാളിയാർ കോയാമ്പടി റോഡിലെ കലുങ്ക് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിട്ട് 3 മാസത്തിൽ ഏറെ ആയിട്ടും പുതുക്കിപ്പണിയാൻ ഒരു നടപടിയുമായിട്ടില്ല. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടതുമൂലം വിദ്യാർത്ഥികളും പ്രദേശവാസികളുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. അടിയന്തരമായി കലുങ്ക് പുനർനിർമ്മിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വണ്ണപ്പുറത്ത് കഴിഞ്ഞ മഴക്കാലത്ത് കെട്ടിടിഞ്ഞ് അപകടാവസ്ഥയിലായ കാളിയാർ കോയമ്പടി റോഡിലെ കലുങ്ക് പുതുക്കിപ്പണിയാൻ ഒരു നടപടിയുമില്ല. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. കാളിയാർ കോടിക്കുളം ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്നതും ഇതുവഴിയാണ്. മുൻപ് സ്കൂൾ ബസ്സുകളും ഇതുവഴിയാണ് പോയിരുന്നത്. കാളിയാറിൽ നിന്നും മുള്ളൻകുത്തി, തെന്നത്തൂർ, ഞാറക്കാട്, വെസ്റ്റ് കോടിക്കുളം ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പവഴിയും ഇതാണ്. 1982-ലാണ് കലുങ്ക് പണിതത്. 2016-ലെ പ്രളയകാലത്ത് കലുങ്കിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് കലുങ്കിന് കൂടുതൽ ബലക്ഷയമുണ്ടായതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. കലുങ്ക് തകർന്നതോടെ വാഹനങ്ങൾ കാളിയാർ പള്ളിക്കവല വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. ദുരന്തമുണ്ടായ സമയത്ത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരുകയും കലുങ്ക് പുനർനിർമ്മിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് എഇയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി PJ ജോസഫ് MLAക്ക് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു നടപടിയുമില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. കേരള ഹെൽത്ത് സർവീസസ് ലാബോറട്ടറി ടെക്നീഷ്യൻസ് അസോസിയേഷൻ 31-ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ ആരംഭിച്ചുവെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 9-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് KM ജോസഫ് അധ്യക്ഷത വഹിക്കും. നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. കേരള സർക്കാർ ആരോഗ്യമേഖലയിൽ രോഗനിർണയത്തിലും ചികിത്സയിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന വിഭാഗമാണ് ലബോറട്ടറി ടെക്നീഷ്യന്മാർ. കേരള ആരോഗ്യവകുപ്പ് ലബോറട്ടറി ടെക്നീഷ്യന്മാരുടെ ഏക രജിസ്റ്റേർഡ് സംഘടനയാണ് കേരള ഹെൽത്ത് സർവീസസ് ലബോറട്ടറി ടെക്നീഷ്യൻസ് അസോസിയേഷൻ. സംഘടനയുടെ 31-ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴ ഹോട്ടൽ റിവർ വ്യൂവിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. 9-ന് രാവിലെ 10-ന് ഉദ്ഘാടന യോഗം ആരംഭിക്കും. സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. നമ്മളിപ്പോൾ സംഘടന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1974 രജിസ്റ്റേർഡ് ആയിട്ടുള്ള സംഘടനയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിലെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നിപ്പം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തൊട്ട് തന്നെ നമ്മൾക്ക് ഏകദേശം എല്ലാ സ്ഥാപനങ്ങളിലും ലബോറട്ടറി എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഏകദേശം 250ഓളം സ്ഥാപനങ്ങളിൽ ലബോറട്ടറികൾ ഉണ്ടെങ്കിലും അവിടെ ലാബ് ടെക്നീഷ്യൻ തസ്തിക വന്നിട്ടില്ല. അപ്പോൾ ആ സ്ഥാപനങ്ങളും കൂടി ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തിക സ്ഥാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കൂടാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ HMC വഴിയായിട്ടാണ് ഇപ്പം ജീവനക്കാരെ നിയമിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ നിലവിലുള്ള ഓർഡർ വെച്ചിട്ട് ദിവസേന 850 രൂപയാണ് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത്. പലപ്പോഴും HMCകൾ വളരെ തുച്ഛമായ ശമ്പളമാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ സുരേഷ് വർഗീസ് S, KM ജോസഫ്, സംഘടനാ സംസ്ഥാന സെക്രട്ടറി VP ബോബിൻ ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്യും. ജെജി ജേക്കബ്, MK ഉമേഷ്, അഭിലാഷ് ജയറാം ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച ഫാദർ പ്രിൻസ് പരത്തിനാൾ തിരുനാൾ കുർബാന അർപ്പിച്ചു. ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ സന്ദേശം നൽകി. ഞായറാഴ്ച വൈകുന്നേരം 4:45-ന് ഫാദർ ആന്റണി പുത്തംകുളം തിരുനാൾ കുർബാന അർപ്പിക്കും. മോൺസിഞ്ഞോർ വിൻസെന്റ് നെടുങ്ങാട്ട് സന്ദേശം നൽകും. വിശുദ്ധരോടൊക്കെ നമുക്ക് വലിയ ഒരു അടുപ്പം തോന്നാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട്, മാതാപിതാക്കളോട്, മക്കളോട്, സഹോദരങ്ങളോട്
ഒരു അടുപ്പം ഈ വിശുദ്ധാത്മാക്കളോട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്നേഹം ഇവരോട് നമുക്ക് തോന്നുന്നത്? പരിശുദ്ധ അമ്മയോട് നമ്മുടെ സ്വന്തം അമ്മയോട് തോന്നുന്നതിനേക്കാൾ വലിയൊരു അടുപ്പം പരിശുദ്ധ അമ്മയോട് നമുക്ക് തോന്നുന്നില്ലേ? വിശുദ്ധരോട് ഇതുപോലെ സ്നേഹം തോന്നാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? എനിക്ക് തോന്നുന്നു ഈ വിശുദ്ധരുടെ പൊതുവായ ചില പ്രത്യേകതയുണ്ട്. ഒന്നാമതായിട്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിൽ അവർ ഈശോയെ കണ്ടെത്തിയ ഈശോയെ അവരെ സ്വന്തമാക്കിയ ഈശോയുടെ സാക്ഷികളായി അവർ ജീവിച്ചു. 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈശോയെ തങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തിയ ഈശോയെ അവർ സ്വന്തമാക്കിയ ഈശോയുടെ സാക്ഷികളായി അവർ ജീവിച്ചു. നമുക്കൊരു വിശുദ്ധ ഗ്രന്ഥം, ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ആദ്യ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെ 73 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോൾ കുറെ ആശയങ്ങളെല്ലാം നമുക്ക് കിട്ടുക. ഈ പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഒരു വ്യക്തിയിലേക്കാണ് എത്തിച്ചേരുക. ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി നോക്കണം. ഇവിടെ തുടക്കത്തിൽ തന്നെ ദൈവം എല്ലാം സൃഷ്ടിക്കുമ്പോൾ വചനത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് സൃഷ്ടിക്കുമ്പോൾ പുത്രനിലൂടെയാണ് ഉണ്ടാവുന്നത്. രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. ആബേൽ ഈശോയുടെ പ്രതീകമാണ്. അതുപോലെ പഴയ നിയമത്തിലെ യാക്കോബ്, ജോസഫ് ഈശോയുടെ പ്രതീകമാണ്. ഇങ്ങനെ ഒരു പുസ്തകം മുതൽ അവസാന പുസ്തകം വരെയും ഈശോ നിറഞ്ഞു നിൽക്കുക. എല്ലാം വായിച്ചു കഴിയുമ്പോഴും ഈശോ എന്ന വ്യക്തിയിൽ നമ്മൾ എത്തിച്ചേരും. ഈശോയെ നമ്മൾ കണ്ടുകൊള്ളും. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന പള്ളിയിൽ തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ പ്രദക്ഷിണം നടന്നു. പള്ളിയിൽ നിന്നും ആരംഭിച്ച് ചന്തക്കുന്ന്, കപ്പേള, കാഞ്ഞിരമറ്റം തിരികെ അതേ വഴിയിലൂടെ പള്ളിയിലേക്കായിരുന്നു പ്രദക്ഷിണം.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ ക്യാമ്പ് ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന ജില്ലാ ക്യാമ്പ് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദ്രോണാചാര്യ S. മുരളീധരനെ ആദരിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മൂലമറ്റം സെന്റ് ജോർജ് സ്കൂൾ പ്ലാറ്റിനം ജൂബിലി സമാപിച്ചു. കിഡ്സ് ഫെസ്റ്റ് ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിൽ സംരംഭക ദിനം സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു. CSR ഫണ്ട് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അനന്തു കൃഷ്ണനുമായി തൊടുപുഴ മേഖലയിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.